പെർക്കിൻസൺ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായതോടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തൊടുപുഴയിലെ ഒരു യുവാവ്. അജിമോന്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്നുപോയി. ശസ്ത്രക്രിയ ചെയ്താൽ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ ഇതിനാവശ്യമായ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഈ നിർധന കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് പ്രേക്ഷകർ ആലോചിക്കുക. ഈ വാർത്തയിലേക്ക്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശിയായ അജിമോന് 1 വർഷം മുൻപാണ് പാർക്കിൻസൺസ് രോഗം ബാധിച്ചത്. ശരീരത്തിന്റെ ഒരു വശത്തെ പൂർണ്ണമായും രോഗം തളർത്തി. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അടിയന്തരമായി സർജറി നടത്തിയില്ലെങ്കിൽ രോഗം പൂർണ്ണമായും ബാധിക്കും. കൈക്കും കാലിനും വിറയലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം ആൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് കുറയാതെ വന്നപ്പോൾ ന്യൂറോ ഡോക്ടറെ കാണിച്ചു. അപ്പോഴാണ് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു അസുഖമെന്ന് പറയുന്നത്. നമ്മൾ ആസ്റ്ററിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഡോക്ടർ DBS എന്ന് പറഞ്ഞൊരു സർജറി പറഞ്ഞേക്കുമോ നമുക്ക്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 18 ലക്ഷം രൂപയാണ്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഈ മാസം ആദ്യം സർജറി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ സർജറി നടന്നില്ല. 18 ലക്ഷം രൂപയാണ് സർജറിക്കായി വേണ്ടിവരിക. ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥിയുമായ മകളുമാണ് സഹായത്തിനുള്ളത്. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് 6 ലക്ഷം രൂപയോളം ഇതിനോടകം അജിമോനായി ശേഖരിച്ചു. ബാക്കിയുള്ള തുകയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. തൊടുപുഴ. സുലൈമാൻ അബ്ദുൽ ഖാദറിന് ഒരു സംശയം. പട്ടണക്കാട്ടെ ഹോട്ടലിൽ ഈ സെപ്റ്റംബർ 1 ഞായറാഴ്ച അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അതിനൊരു ID കാർഡ് വേണ്ടേ? എല്ലാവരും പോയി കഴിക്കില്ല. എല്ലാവരും കഴിക്കട്ടെന്നേ. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ID എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവർ ഭക്ഷണം ആവശ്യമുള്ളവരായിരിക്കണം. ആവശ്യമുള്ളവർ പോയി കഴിക്കട്ടെ. അതല്ലേ നമ്മളവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ഇനി എന്താ പേര്, വീട്ടിൽ പേര്, പോസ്റ്റ് ഓഫീസ് ഏതാ, അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രം, വിശക്കുന്നവനായിരിക്കണം.